ഹലോ, പൈത്തൺ ബേസിക്സ് ഫോർ ബിഗിനേഴ്സ് എന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ കൊളാബിനെ കുറിച്ചാണ്. അതായത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ട ഐഡിയസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ വിതൗട്ട് ഇൻസ്റ്റാളേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗൂഗിൾ കൊളാബ്. അപ്പോൾ ഗൂഗിൾ കൊളാബ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ നമ്മൾ ഗൂഗിൾ കൊളാബ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ വരുന്ന ഈ ലിങ്ക് വെൽക്കം ടു ഗൂഗിൾ കൊളാബ് എന്നൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ കൊളാബിൻ്റെ ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ന്യൂ നോട്ട്ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഈ ഗൂഗിൾ കൊളാബിൻ്റെ നോട്ട്ബുക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കോഡ് ചെയ്യാനുള്ളൊരു സെക്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ചെയ്യാനുള്ളൊരു സെക്ഷൻ ഉണ്ട്. അതായത് കോഡ് ചെയ്യണം, കോഡിൻ്റെ ഒപ്പം തന്നെ ആ കോഡ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ടെക്സ്റ്റും നിങ്ങൾക്ക് ഒപ്പം കൊടുക്കാവുന്നതാണ്. പിന്നീട് ഈ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ കോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫയലിൽ കോഡ് സേവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കോഡ് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ജിറ്റ് ഹബിലേക്ക് സേവ് ചെയ്യാം. സേവ് എ കോപ്പി ഇൻ ജിറ്റ് ഹബ് എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ച്. മാത്രമല്ല നമുക്ക് കോഡ് റൺ ചെയ്യാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഗൂഗിൾ കൊളാബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ട് ഹലോ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പൈത്തണിൽ പ്രിന്റ് ഫംഗ്ഷനാണ് ഹലോ എന്ന് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രിന്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് ഹലോ. ഈ പ്രോഗ്രാം റൺ ചെയ്യാം. ഇവിടെയാണ് റൺ ചെയ്യുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്യേണ്ടത്. സോ റൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് താഴെ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ഹലോ എന്നിവിടെ താഴെ പ്രിന്റ് ചെയ്ത് വന്നു. ഇത്തരത്തിലാണ് ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യേണ്ടത്. നമുക്ക് വേറെ രീതിയിലൊരു പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ഈ പ്രിന്റ് ഫംഗ്ഷൻ തന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്. പ്രിന്റ് ഹലോ. ഇനി ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിന്റ് ഹലോ. സോ മിസ്സിംഗ് പാരാന്തസിസ് ഇൻ കോൾ ടു പ്രിന്റ്. ഡിഡ് യു മീൻ പ്രിന്റ്? അതായത് ഇവിടെ നമ്മളൊരു എറർ ചെയ്തു, എറർ വരുത്തിയിട്ടുണ്ട്. കാരണം പ്രിന്റ് ഹലോ ഒരു പാരാന്തസിസിനകത്താണ് നമ്മൾ എഴുതേണ്ടത്, പാരാന്തസിസ് ഇട്ടിട്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഒരു എറർ മെസ്സേജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് ചെയ്യാം. പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ താനെ നമുക്ക് കാണിച്ചു തരും. ഇത്തരത്തിലാണ് പൈത്തൺ പ്രോഗ്രാംസ് ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്ത് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ബിഗിനർ സ്റ്റേജിൽ വളരെ ഈസി ആയിട്ട് ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഈ ഗൂഗിൾ കൊളാബ് നോട്ട്ബുക്ക് വെച്ച് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല പൈത്തൺ പ്രോഗ്രാംസ് ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി ഐഡിയസ് ലഭ്യമാണ്. പൈച്ചാം, വിഷ്വൽ സ്റ്റുഡിയോ അങ്ങനെയുള്ള ഐഡിയസ് ഒക്കെ ലഭ്യമാണ്. പോകെയുള്ള ക്ലാസ്സുകളിൽ നമുക്കതെല്ലാം പഠിക്കാവുന്നതാണ്. ഒപ്പം ഫസ്റ്റ് ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന നിലയിൽ, അതായത് നിങ്ങൾക്കൊരു പൈത്തൺ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് പഠിക്കണം, ഇൻസ്റ്റലേഷനൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ കൊളാബ് നോട്ട്ബുക്ക് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.